നമസ്കാരം സാർ. ഈ പ്രധാനമായിട്ട് രക്തധമനി അസുഖങ്ങളെന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഇന്നിപ്പോൾ വാസ്കുലർ സർജറി അല്ലെങ്കിൽ എൻഡോവാസ്കുലർ സർജറി എന്നൊരു പ്രത്യേക ചികിത്സയ്ക്കുള്ളൊരു ശാഖ വളർന്നു വരുന്നുണ്ട്. രക്തധമനി അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സെല്ലിനും ഓരോ അവയവങ്ങൾക്കും ഓരോ കശേരുവിനും രക്തം, ശുദ്ധരക്തം ആവശ്യമാണ്. അതിൽ കൂടെ നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നു, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എൻ പ്രോഡക്റ്റ് തിരിച്ചുകൊണ്ട് ഹൃദയത്തിലേക്ക് ശുദ്ധീകരിക്കാൻ ശ്വാസകോശത്തിൽ പോകാൻ. അതോടുകൂടി ഗ്ലൂക്കോസ്, പിന്നെ ഹോർമോൺസ്, പിന്നെ വേണ്ട മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെത്തണം. അതെല്ലാം ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഈ ട്യൂബിംഗ് സിസ്റ്റം, അതാണ് ഈ രക്തധമനികൾ എന്ന് പറയുന്നത്. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം മഹാധമനി വഴി ഓരോ അവയവങ്ങൾക്കും പോകുന്ന രക്തക്കുഴൽ ആ ശുദ്ധരക്തം പോകുമ്പോഴാണ് സപ്ലൈ സിസ്റ്റം. അങ്ങനെ അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഹൃദയം പമ്പ് ചെയ്യുന്ന മാതിരി തന്നെ ഈ രക്തോട്ടം ഓരോ പ്രാവശ്യം ശുദ്ധരക്തധമനിയിലേക്ക് പോകും. അയോട്ട ശുദ്ധീകരിക്കാനുള്ള ഇതും ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള അത് പൾമണറി ആർട്ടറി, ശ്വാസകോശത്തിലേക്കുള്ള രക്തക്കുഴലിലേക്ക് പോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഈ ആ അസുഖത്തിൻ്റെ പലതരത്തിലുള്ള പ്രയാസം കൊണ്ട് അസുഖങ്ങളുണ്ടാകും. പക്ഷെ കൂടുതലായിട്ടും പ്രായാധിക്യം ഉള്ളത് 60, 65, 70 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഈ കൊളസ്ട്രോൾ മുഖാന്തരം ഫാറ്റ് ഡെപ്പോസിഷൻ വന്ന് ആ രക്തക്കുഴൽ ഒരു ലിമിറ്റ് വരെ കുറേശ്ശെ ആയിട്ട് ചുരുങ്ങും. പിന്നെ ഒരു 60-70% ചുരുങ്ങിയാൽ പിന്നെ പെട്ടെന്ന് അത് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ സാർ പറഞ്ഞ ഈ പ്രായം ഒരു പ്രശ്നമാണ്. പ്രായം അല്ലാതെ വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാം? നല്ല ചോദ്യമൊക്കെ. പല കാരണങ്ങളുണ്ട്. അത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി പ്രായം എന്ന് പറയുന്നത് 60 വയസ്സോ കൂടുതലുള്ളത്, അതിൻ്റെ പേരാണ് നോൺ മോഡിഫയബിൾ. നമുക്കത് മാറ്റാൻ പറ്റില്ല. ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും പ്രായം കൂടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ജെൻഡർ. ആണുങ്ങളാണ്. ഒരു 10 അസുഖമുള്ള ആൾക്കാരെടുത്താൽ അതിൽ 8-9 ആണുങ്ങളായിരിക്കും, 1-2 മാത്രമേ സ്ത്രീകളുണ്ടാവുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളിലുള്ള ഈസ്ട്രോജൻ എന്ന ഓവറി എന്ന് പറയുന്ന ഈസ്ട്രോജൻ എന്ന ഹോർമോൺ പ്രൊട്ടക്റ്റീവാണ്. ഈ അത്രോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖത്തിന് ഫാറ്റ്, കൊളസ്ട്രോൾ, ശുദ്ധരക്തക്കുഴൽ അടിഞ്ഞുകൂടുന്നത് വളരെ നിസ്സാര രീതിയിലേ ഉണ്ടാവുള്ളൂ. അതേസമയം 50-55 വയസ്സ് കഴിഞ്ഞാൽ ആണുങ്ങളും സ്ത്രീകളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. എങ്കിലും പൊതുവെ ഇപ്പോൾ ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നത്, ഇപ്പോൾ ഈ പക്ഷാഘാതത്തിൻ്റെ കഴിഞ്ഞ ആഴ്ച ഞാൻ 303ാമത്തെ പേഷ്യൻറ്റിൻ്റെ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ ആ 303-ൽ ഒരു 25 പേരെ സ്ത്രീകളേ ഉള്ളൂ. അതേമാതിരി മിക്ക ഓപ്പറേഷൻസ് ചെയ്യുന്നതും സ്ത്രീകളിലാണ് കുറവ് കാണുന്നത്. അത് 60-65-70 വയസ്സ് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് 50-55 വയസ്സ് വരെ ദേ ആർ പ്രൊട്ടക്റ്റഡ്. ഈ ഹോർമോണൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവർക്ക് വേറെ ഈ അസുഖം വളരെ കുറവായിട്ട് വരുന്നുള്ളൂ. സാർ, ഇപ്പോൾ പറഞ്ഞല്ലോ ഈ രക്തക്കുഴലുകളിൽ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് പ്രധാനമായിട്ടും കൊളസ്ട്രോൾ ആവാനാണ് സാധ്യത, അല്ലേ? കൊളസ്ട്രോളാണ് കൂടുതൽ സാധ്യത. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, നമ്മുടെ ആഹാര രീതിയും എക്സർസൈസ് ഇല്ലായ്മയും ഒക്കെ തന്നെയല്ലേ ഇതിനൊരു ഇതിലേക്ക് നയിക്കുന്നത്? അത് ആദ്യമേ ചോദിച്ച ചോദ്യത്തോടുകൂടി ഞാൻ കൂടുതൽ പറയണ്ടായിരുന്നു. ഈ ആണെന്നുള്ളതും 60 വയസ്സെന്നുള്ളതും നോൺ മോഡിഫയബിൾ. പിന്നെ 2-3-4 കാര്യങ്ങളുള്ളത്. ഒന്ന് പുകവലി. ഈ പുക വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ്, അങ്ങനെ ഒരു 10-25 തരം ഗ്യാസ് പ്രോഡക്ട്സ് ഉണ്ടാവും. അതെല്ലാം ചെറിയ രക്തക്കുഴലിനെ ചുരുക്കും. അപ്പോൾ നമുക്ക് ഹൃദയത്തിന് പമ്പ് ചെയ്യാനും ആ ശുദ്ധരക്തക്കുഴലിൻ്റെ ചെറിയ ഡിവിഷൻസിന് ഡാമേജ് വരാനും പറ്റും. ഒന്ന്. രണ്ടാമത്തെ ഒബീസിറ്റി, കണ്ടമാനം ഭക്ഷണം കഴിക്കുക. മൂന്നാമത്തെ ഹൈപ്പർ ടെൻഷൻ, BP കൂടുതലുള്ള ആൾക്കാർക്ക് പല അസുഖങ്ങളും വരും. ഉള്ള അസുഖങ്ങൾ ഇരട്ടിയായിട്ട് 5 times 10 times ആയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. പിന്നെയുള്ളത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി. നമ്മൾ ഇപ്പോഴത്തെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ ആൾക്ക് മേലനങ്ങാൻ വയ്യ. അതേസമയം 40-45 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരിക്കുന്ന സമയത്ത് അപ്പോഴായിരിക്കും അവർക്ക് നല്ല ശമ്പളം കൂടുതൽ കിട്ടുക, ബിസിനസ് ചെയ്യുക. അപ്പോൾ കണ്ടമാനം പലതരത്തിലുള്ള ഭക്ഷണം കഴിച്ച് ഈ കൊഴുപ്പ് കൂടി മിണ്ടാതെ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുക, അല്ലെങ്കിൽ അനങ്ങാതിരിക്കുക. എല്ലാത്തിനും സർവൻസ്, മാനേജേഴ്സ് അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള വിഷമം വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സഡനായിട്ട് എന്തെങ്കിലും ഉണ്ടാവാം. പക്ഷാഘാതം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, കാല് സ്റ്റക്കാവുക, അതൊക്കെ ഉണ്ടാവാൻ പറ്റും. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതെല്ലാം ആ അവയവത്തിനും ജീവനും തന്നെ അപകടമുള്ളൊരു സ്ഥിതി വരും.
ഈ ബ്ലഡ് പ്രഷർ ഇതിനൊരു കാരണമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ബ്ലഡ് പ്രഷർ ഒരു കാരണങ്ങളിൽ കൂടുതൽ ബ്ലഡ് പ്രഷർ ഇങ്ങനെ ഒരു 60 വയസ്സുള്ള ഒരാൾക്ക് കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ എന്തായാലും വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഉപദ്രവമായി തീരുക ഈ BP ഉള്ളവർക്കാണ്. ഈ BP കൂടിയിട്ട് വെയിന് പൊട്ടുന്ന അതും പറ്റും. ഇപ്പോൾ തലച്ചോറിനകത്തൊക്കെ ഈ സാധാരണ നമ്മുടെ ശരീരത്തിൽ നെഞ്ചിലായാലും കയ്യിലായാലും കാലിലായാലും ഈ ശുദ്ധരക്തക്കുഴലിന് 3 കോട്ടിംഗ് ഉണ്ട്. ഇൻറ്റിമ എന്ന് പറഞ്ഞ എൻഡോത്തീലിയം, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതെ പോകാനായിട്ടുള്ള നെഗറ്റീവ് ചാർജായിട്ട്. പിന്നെ അതിനൊരു മസ്കുലർ കോട്ടുണ്ട്. ആ മസ്കുലർ കോട്ടാണ് ഓരോ പ്രാവശ്യം ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ ആ രക്തക്കുഴൽ വികസിക്കും. ആ ബ്ലഡ് കാലിലേക്കും കയ്യിലേക്കും തലച്ചോറിലും പോയാൽ പിന്നെ അതൊന്ന് ചുരുങ്ങും. അപ്പോൾ ആ ഒരു മസിൽ കോട്ട് വേണ്ടി വന്നാൽ ഒരു വോളിയം ഉൾക്കൊണ്ട് വലുതാവാനും, അതേസമയം ആ ബ്ലഡ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ചുരുങ്ങാനുമുണ്ട്. അതേസമയം ഈ വെയിൻ എന്ന് പറഞ്ഞാൽ അശുദ്ധ രക്തക്കുഴലിന് ഈ മസ്കുൽ കോട്ടിൻ്റെ ആവശ്യമില്ല. അത് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ചെറിയൊരു ഫ്ലോ ആണ്. പമ്പിങ്ങിൻ്റെ ആ ഇഫക്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ രക്തക്കുഴലിന് ബ്ലഡ് വരുന്നതും BP-യുടെയും പിന്നെ ഇൻട്രിൻസിക് ആയിട്ട് അതിനുള്ളിൽ തന്നെ അതിങ്ങനെ ചുരുങ്ങി അതിനൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലും രക്തക്കുഴലിൽ ശുദ്ധരക്തക്കുഴലിൽ പല പല അസുഖങ്ങൾ കാണുന്നത്. അതിന് പുറമെ അശുദ്ധ രക്തക്കുഴലിൻ്റെ അസുഖങ്ങൾ വേറെ 2-3 ടൈപ്പാണുള്ളത്. വെരിക്കോസ് വെയിൻ അതിനകത്ത് വരുന്നത്. വെരിക്കോസ് വെയിൻ തീർച്ചയായിട്ടും അത് ഈ അശുദ്ധ രക്തക്കുഴലിൻ്റെ ഇതാണ്. അത് മനുഷ്യൻ ഇപ്പോൾ ഒരു പശു അല്ലെങ്കിൽ ആന എടുത്തു കഴിഞ്ഞാൽ അവർ 4 കാലുമേലാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പശുവിൻ്റെ എടുത്താൽ തന്നെ പശുവിന് ഒരു 250 കിലോ 200 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ 4 കാലും നിൽക്കുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 4 കാലിലേക്കാണ് വരുന്നത്. അതേസമയം ഫോഴ്സ് അത്രയും വരുന്നില്ല. അതേസമയം അവർ നടക്കുമ്പോൾ ഒരു ഫ്രണ്ട് കാല് മാത്രമേ മുമ്പിലേക്ക് വെക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി 3 കാലിൽ ആ വെയിറ്റ് വരും. പക്ഷെ മനുഷ്യൻ 2 കാലുമ്പോൾ നടക്കുന്നതാണ്. ചിമ്പാൻസി കുറച്ച് കുരങ്ങന്മാർ. അപ്പോൾ 2 കാലുമ്പോൾ നടക്കുമ്പോൾ നമുക്ക് ഒരു കാലിൽ പൂർണ്ണ വെയിറ്റ് വരും. ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ആണെങ്കിൽ തന്നെ ഇറ്റ് ഇസ് കോൺസ്റ്റൻറ്റ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയുക, ഇവിടെ കാലിൽ ഉള്ള അശുദ്ധ രക്തക്കുഴൽ എന്ന് പറഞ്ഞ് ഈശ്വരൻ നമുക്ക് 3 സിസ്റ്റം തന്നിട്ടുണ്ട്. ഒന്ന് തോലിൻ്റെ അടിയിൽ മാത്രം, രണ്ടാമത്തെ മസിലിൻ്റെയും ബോണിൻ്റെയൊക്കെ, ബോണിലാണല്ലോ റെഡ് സെൽസോ ബോൺ മാരോ കൊണ്ടുപോകുന്നത്, ഡീപ്പ് സിസ്റ്റം. പിന്നെ ഇത് കണക്ട് ചെയ്യുന്ന സിസ്റ്റം. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളൂർ നാഷണൽ ഹൈവേയും മറ്റേ ഇതും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. കേശവാസ്വരത്ത് ഹരിപ്പാടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ പിന്നെയുള്ള ഇതാണ് ഇതേമാതിരി പല പോയിന്റിലും അങ്ങനെ അത് പെർഫറേറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ തോലിൻ്റെ പിന്നെ കൊഴുപ്പിൻ്റെ ഈ മസിൽസിൻ്റെയൊക്കെ പുറം ഭാഗത്തേക്ക് ബ്ലഡ് വരുന്നത് ഈ തോലിൻ്റെ അടിയിലുള്ള സിസ്റ്റം, ഉള്ളേ വന്ന് വേറെ സിസ്റ്റം, ഇത് കണക്ട് ചെയ്യണ വേറെ സിസ്റ്റം. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ എന്ത് പറയുക വെച്ചാൽ ഈ പല വാൽവ്സിനും കേട് വന്നിട്ട് ആ വാൽവിൽ നിന്ന് സ്കിന്നിൻ്റെ അടിയിലേക്ക് തോലിൻ്റെ അടിയിലേക്കുള്ള രക്തക്കുഴലിലേക്ക് വരും. അതാണ് പ്രഷർ കൊണ്ട് വരുന്നതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അത് ലോകത്ത് 5 പേർക്ക് ഒരാൾക്ക് ലോകത്തിൽ ഗ്ലോബൽ ലെവലുണ്ടെന്നാണ് സാധാരണ പഠനങ്ങൾ പറയുന്നത്. സാർ, ഇപ്പോൾ ഈ പറഞ്ഞല്ലോ നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. ഇപ്പം ഏജ് കുറഞ്ഞ ആൾക്കാർക്ക് ഇതേ പ്രശ്നങ്ങൾ വന്നിട്ട് ഒരുപാട് പേര് മരിക്കുന്നു, യുവാക്കൾ മരിക്കുന്നതായിട്ട് നമ്മൾ ഈ ഇടയ്ക്ക് പറയുന്നു കേട്ടോ. ഈ പെട്ടെന്നുള്ള പക്ഷാഘാതം, സ്ട്രോക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ ഏത് സമയം തൊട്ടാണ് നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങേണ്ടത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ? സിംപ്റ്റംസ് എന്തൊക്കെ? സാധാരണ ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമായി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 40-45 വയസ്സിലാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, പ്രൊമോഷൻ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫ്രീഡവും ചെറിയൊരു ലോസ് ഓഫ് ഡിസിപ്ലിൻ ആ ഭാഗത്തുണ്ടാവാം. ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ വളർച്ച നിന്നു. പിന്നെ വളർച്ച എന്ന് പറഞ്ഞാൽ വയറ് വലുതാവുക, മുഖം വലുതാവുക, കൊഴുപ്പ് കുട്ടിക്കെടുക്കുക. വയറ്റിനകത്ത് സാധാരണ ഒരു പോലീസ്മാൻ ഓഫ് സ്റ്റൊമക്ക് എന്ന് പറഞ്ഞ് ഒരു മിസെൻട്രി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒമെൻറ്റം. ആ ഒമെൻറ്റം എന്തെങ്കിലും അപ്പൻഡിക്സോ വല്ല പ്രശ്നമെങ്കിൽ അവിടെ പോയി പ്ലഗ് ചെയ്യാനുള്ള സാധനമാണ്. അത് 1-2 സാധാരണ 100 ഗ്രാം 150 ഗ്രാം നിങ്ങൾക്കും എനിക്കും അത്ര 150 ഗ്രാം. ചില പൊണ്ണ തടിയന്മാർക്ക് 2-3 കിലോ ഉണ്ടാവും. ആ ഫാറ്റ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഇയാൾക്ക് എന്തൊക്കെയോ സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അത് ഈ ടയർ എന്ന് പറയുന്നത്, ടയർ എന്നൊക്കെ പറയാറുള്ള ടയറിനല്ല. പിന്നെ എന്താണ് നിങ്ങൾ ചോദിച്ച വേറെ ചോദ്യം, എന്തുകൊണ്ടാണ് പെട്ടെന്ന്? ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, പല പല കാരണങ്ങളുണ്ടെങ്കിലും
ഒബീസിറ്റി അല്ലെങ്കിൽ കണ്ടമാനം ഭക്ഷണം കഴിക്കുക, തീരെ അത് സ്പെൻഡ് ചെയ്യാതെ ഫിസിക്കലി ഇനാക്റ്റീവായിട്ട് ഇരിക്കുക, അതെല്ലാം പിന്നെ സിഗരറ്റ് വലി, BP, ഇതൊക്കെ മോഡിഫയബിളാണ്, നമുക്ക് മാറ്റാം. പക്ഷേ ആണായി ജനിക്കുക, 60 വയസ്സിൽ കൂടുതലാവുക, ഇതാണ് നോൺ മോഡിഫയബിൾ. ഇപ്പോൾ അബ്ദുൽ കലാം സർ നമ്മുടെ പ്രസിഡൻ്റായിരുന്ന ആളെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ആൾ വളരെ എന്താ പറയണ്ടേ നിസ്വാർത്ഥമായി രാജ്യത്തെ രക്ഷിച്ച ആളാണ്. ആറ്റം ബോംബോ എന്തൊക്കെയോ ഉണ്ടാക്കിയ ആളാണ്. DD വലിയൊരു എന്താ പറയണ്ടേ അവരുടെ ഡിഫൻസ് സർവീസിലെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് അതോ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിൽ പോയി, ഫ്ലൈറ്റിൽ ആസാമിൽ പോയി, അവിടെ നിന്ന് മറ്റേ ഫ്ലൈറ്റ് ഇറങ്ങി ആൾ ഓടുമായിരുന്നു എയർപോർട്ടിലേക്ക്, അവിടെ നിന്ന് കാറ് പോയി, പിന്നെയും നടന്ന് അരമണിക്കൂറിലെ പ്രസംഗത്തിൽ 15-ാം മിനിറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹി ഫെൽ ഡെഡ്. ഇത്രയും ശുദ്ധനായ ഒരു മനുഷ്യൻ, ചിട്ടയായ ജീവിതമായിരുന്നു പുള്ളിക്കാരൻ. വളരെ ചിട്ടയായും ജീവിക്കുന്നതും ശരിയല്ല എന്ന്, അത്യാവശ്യം ചെറിയ ചെറിയ ചില്ലറ പടിക്കൈകളെല്ലാം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആണുങ്ങളും 60 വയസ്സും കഴിഞ്ഞാൽ അതാണ് നോൺ മോഡിഫയബിൾ. ബാക്കിയുള്ളതൊക്കെ കൂടുതൽ അതിനെ കലശലാക്കിക്കാനുള്ള കാര്യങ്ങളാണ്. സ്മോക്കിംഗ്, ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി, ഫിസിക്കൽ ഇനാക്ടിവിറ്റി. സാർ ഇത് പറയുമ്പോഴും ഈ ചില നമ്മളിപ്പോൾ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ചിട്ടയായി ഇതുപോലെ ജിമ്മിലോ അല്ലെങ്കിൽ കളിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ഒരു 35 വയസ്സുള്ള ഒരു യുവാവും അതേ ഏജ് ലെവലിലുള്ള ഒരാൾ അത്ര ചിട്ടയല്ലാതെ ജീവിക്കുന്ന ഒരാളും തമ്മിൽ ചിലപ്പോൾ ഇയാളായിരിക്കും ഈ പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന് മരിക്കുക. ഈ ചിട്ടയായി ജീവിക്കുന്ന ആൾ, ഈ എക്സർസൈസ് ഒക്കെ ചെയ്ത് ചിട്ടയായി ജീവിക്കുന്ന ആൾ. അപ്പോൾ മറ്റേ ആൾക്ക് പക്ഷേ ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അതൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് മാത്രം. എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അമിതമായാൽ അമൃതം വിഷം എന്ന് മലയാളത്തിലുണ്ട്. ഇതൊക്കെ നമ്മുടെ കാരണവന്മാർ പറയണത് വെറുതെ പറയണതല്ല. ചില ആൾ പുനീത് കുമാർ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരുണ്ട്, അയാൾ 100-150 കിലോ, ഇതാരെ കാണിക്കാനാണ് ഈ 150 കിലോ പൊക്കുന്നത്? അയാൾ വെയ്റ്റ് ലിഫ്റ്റിങ്ങിനോ റെസ്ലിങ്ങിനോ പോകുന്നില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് എക്സസീവായിട്ട് എന്ത് ചെയ്താലും തെറ്റാണ്. അതാണ് നമ്മുടെ കാരണവന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത്രയും വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉള്ളിൽ ടെൻഷനും BP-യും കൂടാണ്. അയോട്ട ബ്രേക്ക് ചെയ്യാവുന്ന സ്ഥലത്തിലുള്ള ഫോഴ്സ് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ, നമ്മൾ 100 മീറ്റർ 8 സെക്കൻഡിൽ 10 സെക്കൻഡിൽ ഓടി ഗുസ്തിക്കാർ, വലിയ സ്പോർട്സ്മാൻ, ഇവരൊന്നും 55-60 വയസ്സിൽ കൂടി ജീവിക്കുന്നില്ല. സാധാരണ കൈക്കോട്ട് കളിച്ച് നടക്കുന്ന ആളോ ഓഫീസിൽ പോകുന്ന ആളോ അവർ 80-90 വയസ്സ്. അതിൻ്റെ അർത്ഥം ഈ കണ്ടമാനം നമ്മൾ വളരെ അധികമായിട്ടുള്ള ചേച്ചി വേണ്ട, ചെറുതായിട്ടൊക്കെ ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മളിപ്പോൾ വീട്ടിലും അത്യാവശ്യം വീടിന് പുറകെ ചെരുപ്പും ഷൂസും സോക്സ് ഇട്ടല്ല നടക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു ഇൻഫെക്ഷൻ വരുന്നില്ല. അതേസമയം സായിപ്പിൻ്റെ അവിടെ ചെറിയൊരു ഇൻസെഷൻ ഇട്ട് സ്റ്റിച്ച് ചെയ്ത ബാക്ടീരിയ കയറും. വെച്ചാൽ അവർ എയർ കണ്ടീഷൻ സെറ്റിംഗ് ആണ് അവരുടെ ടെമ്പറേച്ചർ. ചില തണുത്ത രാജ്യത്തിൽ നമ്മുടെ ഫ്രീസറിൽ ഭക്ഷണം വയ്ക്കുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ ബാക്ടീരിയ അധികം വരില്ല. പക്ഷേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത് യൂസ്ഡ് അല്ല. അതുകൊണ്ട് അവർക്ക് ചെറിയ, പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളിവിടെ ഈ കാലിൻ്റെ ഇവിടെ നിന്ന് ബൈപ്പാസ് ചെയ്യും, വയറ്റിൽ നിങ്ങട് കാലിൽ നിങ്ങട് കാലിലേക്ക് രക്തോട്ടം. ഞാൻ മുഖസ്തുതിയായിട്ട് പറയാമല്ല, ഞാനിപ്പോൾ ഒരു 1000 രോഗികളെ പലതരത്തിലുള്ള ചെയ്തിട്ടുണ്ട്. അതിൽ 2-3 ആൾക്കാർക്ക് അങ്ങനെ ഇൻഫെക്ഷനും ഇതൊക്കെ വന്നിട്ടുള്ളൂ. കുറച്ച് സമയമെടുത്ത് ഞാൻ ഒരു ഓപ്പറേഷനെ ഒരു ദിവസം ചെയ്യുന്നുള്ളൂ. അവിടെ ആകുമ്പോൾ ഒരു ലിസ്റ്റൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. വലിയ ക്യാമ്പൻ സർജൻ്റെ അടുത്ത് 5-6 പേരുണ്ടാവും. അപ്പോൾ റെപ്യൂട്ടേഷൻ കുറവായുള്ളവർക്കോ അല്ലെങ്കിൽ റിസൾട്ട് മോശമായിട്ടോ എന്തോ പേഷ്യൻ്റെയും ഇൻഷുറൻസൊക്കെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർക്ക് ഇത് വരുന്നത് അതെനിക്ക് വേണം. അപ്പോൾ ചെറിയ തോതിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും സായിപ്പ് ഇന്ത്യയിൽ വന്ന് 5 സ്റ്റാറിൽ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് ഗ്യാസ്ട്രോഎൻറ്ററൈറ്റിസ് ഉറപ്പാണ്. അത് നമുക്കതൊന്നും പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ചെറിയ അതായത് എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു -10 to 90% ആണ് നമ്മുടെ ലെവൽ. ഒരിക്കലും 100% പെർഫെക്ഷൻ ഉണ്ടാവില്ല. മനസ്സിലായി. ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, ഇപ്പം ഈ അസുഖം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ വരേണ്ട ഏജ് ഗ്രൂപ്പ് എല്ലാം പറഞ്ഞു. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? വന്നു കഴിഞ്ഞാൽ അതായത് നമുക്ക് ചില അവയവങ്ങളുടെ പ്രവർത്തനം, ഇപ്പോൾ ഹാർട്ടിൻ്റെ, തലച്ചോറിൻ്റെ, കാലിലേക്കുള്ളതൊക്കെ നമുക്ക് ചെറിയൊരു ഹിൻസ് കിട്ടും. അപ്പോൾ അത് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ ഈ കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞാൽ നമ്മളിപ്പോൾ 1-2 കിലോമീറ്റർ ഓടുക നടക്കുകയൊക്കെ ചെയ്ത ഒരാളാണെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 1/2 കിലോമീറ്റർ ആയപ്പോൾ ഇവിടെ ഈ മസിൽ ഇങ്ങനെ പിടിക്കുക, ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആവുക. അപ്പോൾ ആൾ നോക്കി അത്രയും. അപ്പോൾ അന്ന് മടങ്ങി വന്നു,
പിറ്റേ ദിവസം നോക്കുമ്പോൾ അതേ ഡിസ്റ്റൻസ് വരുമ്പോൾ പിന്നെ വരിക. അത് കോൾ ക്ലോഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ മസിൽസിന് ആവശ്യമായുള്ള രക്തം ഇറങ്ങാത്തതുകൊണ്ടാണ്. അത് പെട്ടെന്ന് വരുന്നതല്ല. ഇപ്പം നമ്മളൊരു ഗാർഡനിലൊരു ടാപ്പുണ്ട്, ചെറിയ 1-2 ഡ്രോപ്പ് ലീക്കുണ്ട്. നമ്മൾ രാത്രി പോയി കിടന്നുറങ്ങി കാലത്ത് വരുമ്പോഴേക്കും അത് നിറഞ്ഞിരിക്കും, ഓവർഫ്ലോ ചെയ്തിരിക്കും. അപ്പോൾ എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ പോയിൻ്റ്, ഒരു ത്രഷോൾഡ് ഉണ്ട്. അപ്പോഴേ വരില്ല. അത് ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ലൈഫ് എന്ന് പറയുന്നത് എല്ലാം ഒരേ മാതിരി. ഇറ്റ്സ് നോട്ട് മാത്തമാറ്റിക്സ്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാക്റ്റിംഗ് സയൻസ് അല്ല. ഓരോരുത്തരും ഓരോ പ്രത്യേക ഇതാണ്. അതാണ് ദാറ്റ്സ് എ ചാലഞ്ച്. അപ്പോൾ നമ്മളുള്ള ഗൈഡ് ലൈൻസ് ആ പേഷ്യൻറ്റിനോ ആ ആൾക്കോ വേണ്ട തരത്തിൽ നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഗോഡ് ഈസ് വിത്ത് അസ് ആൻഡ് തിങ്സ് വിൽ ഗോ വെൽ. അപ്പോൾ ഈ ഓപ്പറേഷനിലൊക്കെ പോകേണ്ട സാഹചര്യം എപ്പോഴായിരിക്കും ഉണ്ടാകുന്നത്? അത് വരും. അതായത് മെയിനായിട്ട് ഞങ്ങൾ നോക്കുന്നത് ഏത് അസുഖമോ ബ്ലോക്കോ കാണുന്നതിന് മുമ്പ് രോഗിയുടെ അടുത്തൊരു ഞാനിപ്പോൾ എനിക്ക് കൂടുതൽ സമയമുണ്ട്. ഞാൻ 35 കൊല്ലം ചിത്രയിലുണ്ടായിരുന്നതാണ്. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി തിരക്കും ബഹളമൊക്കെയാണ്. ഇവിടെ എനിക്കൊരു 5-6 പേഷ്യൻസ് ഒ പിയിലുണ്ടാവും. ആഴ്ചയിൽ 1-2 ഓപ്പറേഷൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് പിന്നെ അപ്പോൾ എനിക്ക് സമയം എന്നുള്ളൊരു പ്രശ്നമല്ല, എത്ര സമയം വേണോ അതോ. ഞാൻ 45 വയസ്സ് വരെ ഒ പിയിൽ ഒരു പേഷ്യനെ കണ്ടിട്ടുണ്ട്. ഐ വിൽ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ്. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു ലിസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ, ലിസ്റ്ററാണോ ഹോസ്റ്റലോ എന്ന് അറിയില്ല, പണ്ടത്തെ ഒരു മഹാരഥന്മാരാണ്. ആൾ പറഞ്ഞിരിക്കുന്നത് ലിസൺ ടു യുവർ പേഷ്യൻറ്റ്, ഹീ ഈസ് ടെല്ലിങ് യു ദ ഡയഗ്നോസിസ്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ വേദനയുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. എപ്പോഴാണ് ഉണ്ടായത്, പകലോ രാത്രിയോ, എങ്ങനെയുണ്ടായിരുന്നു? അത് ശക്തിയായിട്ട് വേദന ഉണ്ടായിരുന്നു, ഒരു ഇത് നല്ല സഹിക്കാൻ പറ്റാത്തത്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് മൂത്രമൊഴിക്കാൻ തോന്നി. അങ്ങനെ ആ വേദന ഇവിടെ നിന്നോട്ട് ഇങ്ങോട്ട് വന്നു. സോ ഇറ്റ് ഈസ് റിട്ടൺ റീനൽ കോളിക്, അപ്പൻഡിക്സ് ഈ ഭാഗത്ത്. ഞാൻ പറയുന്നത് 100% എളുപ്പമാണെങ്കിൽ പിന്നെ ഈ ഇമേജിങ്ങും CT ഒന്നും ആവശ്യമില്ല. പക്ഷേ ആ പേഷ്യൻറ്റ് പിന്നെയുള്ളത് ഈ ക്രോണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതൊരു 50-60% ആൾക്കാർക്ക് അങ്ങനെ പറയുള്ളൂ. ചില ആൾക്കാർ പറയും എനിക്ക് വാദത്തിൻ്റെ അസുഖമെന്ന് പറയും. ഞാൻ പറയും അത് പോട്ടെ, വാദമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാലേ. വാദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അലോപ്പതിയിൽ അതിനൊരു ഈക്വലൻ്റ് ഇല്ല. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ജോയിൻറ്റിൻ്റെ പ്രശ്നമാണ്. അതും ഉണ്ടാവും. 60-70 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ജോയിൻറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ആ കാറ്റിലേജും ബോണൊക്കെ തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് എന്ന അസുഖം ഉണ്ടാവും. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, റുമാറ്റിക് ആർത്രൈറ്റിസ്, അങ്ങനെ പല സെക്ഷനുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഈ മസിൽ പെയിൻ വരുന്നത് ഒരു ഡിസ്റ്റൻസ് നമ്മൾ നടക്കുമ്പോൾ വരുന്നതും, അതൊരു 2 മിനിറ്റ് നിന്ന് അത് പോകുന്നതും, പിന്നെ അതേ ഡിസ്റ്റൻസ്, സിമിലർ ഓർ സെയിം എപ്പിസോഡ്സ് അറ്റ് സെയിം ഡിസ്റ്റൻസ്, അങ്ങനെ വരുമ്പോൾ നമുക്കത് ഈ മസിൽസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവുള്ളതുകൊണ്ടാണ്. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെസ്റ്റിംഗ് ലെവലിലേക്കുള്ള ബ്ലഡ് പോവും. അപ്പോൾ ആ അസിഡോട്ടിക് മെറ്റബോളിസം എന്ന് പറഞ്ഞത് ഓക്സിജൻ ഇല്ലാതെ ആ കാര്യങ്ങൾ നടന്നത് ഇറ്റ് ഗെറ്റ്സ് റീകൂപ്ഡ്, റിപ്പയർഡ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് പിന്നെയും നടക്കാം. അത് കൂടി അവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ വേദന വരും, വെറുതെ കാലിൽ മുറിവ് വരും, പിന്നെ വിരൽ തുമ്പത്തൊക്കെ കറുപ്പ് നിറം വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബ്ലഡ് സർക്കുലേഷൻ കുറവ് സീരിയസ് ആയി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമുക്ക് 3 തരത്തിലുള്ള ചികിത്സയുണ്ട്. 3 മെയിനായിട്ട്. ഒന്ന് വാസ്കുലർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അത് ട്രിപ്പിൾ വാസ്കുലർ തെറപ്പി എന്ന് പറയും. അതിൽ 3 സാധനങ്ങളുള്ള, ഒന്ന് ബ്ലഡ് തിന്നർ, എക്കോസ്പിരിൻ എന്ന് കേട്ടിട്ടുണ്ടോ? എക്കോസ്പിരിൻ, മെനക്ലോപ്പിഡോൾ. അപ്പോൾ ബ്ലഡ് തിന്നർ കൊടുക്കണം, പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ആവരുത്, ഒരു മൈൽഡ് ഫോമാണത്. രണ്ടാമത്തെ സ്റ്റാറ്റിൻസ്, ഈ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനുള്ളത്. മൂന്നാമത്തെ ട്രെൻഡാൾ എന്ന് പറഞ്ഞ പെൻഡോക്സിബിൽ എന്ന് പറഞ്ഞ മരുന്നുണ്ട്, ഇപ്പോൾ അത് കിട്ടാനില്ല. ഫോസ്ഫോഡയസ്ട്രേസ് ഇൻഹിബിറ്റർ, അതിൻ്റെ കമ്പനി പേരാണ് സ്റ്റില്ലോസ്പ്ലീൻ. അതെല്ലാം കൂടുതൽ രക്തോട്ടം ഒഴുകാനായിട്ട് കൊച്ചു വഴി തുറന്നു കൊടുക്കും. അങ്ങനെയൊക്കെ. പിന്നെയുള്ളത് നമ്മുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ ഡയറ്റിനൊരു ഷെഡ്യൂൾ. ഇപ്പോൾ ഡയബറ്റീസും BP ഇല്ലാത്ത ആൾക്ക് ഒരു 1800 കാലറീസ്, അപ്പോൾ ഡയബറ്റീഷ്യൻ അതിനൊരു ചാർട്ട് തരും, ഇതൊക്കെ കൊടുക്കാം, ഇതൊക്കെ ചെയ്യാം. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള, BP ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അത്. പിന്നെ സ്മോക്കിംഗ് നിർത്തണം 100%. പതുക്കെ കുറയ്ക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിർത്തണം. BP ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നേരത്തെ പുക വലിച്ചതിൻ്റെ അല്ല, സാധാരണ ഇപ്പോൾ ഒരു ഇലക്റ്റീവ് ഓപ്പറേഷനൊക്കെ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു 6 weeks to 3 months നിർത്തിയാൽ ഒരു സർജറി അത്യാവശ്യമാണ്. എമർജൻസി ആണെങ്കിൽ നമുക്ക് ടൈമില്ല. അപ്പോൾ പിന്നെ സ്മോക്കിംഗ് ആൾക്ക് ഇന്നലെ സ്മോക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ സർജറി ചെയ്തേ പറ്റും. അല്ലെങ്കിൽ ഒരു 3 മാസം പറ്റുമെങ്കിൽ ഒരു 6 months നിർത്തിയാൽ അറ്റ്ലീസ്റ്റ് ആ ഇമ്മീഡിയറ്റ് ലങ്സിൽ ആ കറയും കാര്യങ്ങളും മാറും. പക്ഷേ ശ്വാസകോശത്തെ സംബന്ധിച്ച്
കംപ്ലീറ്റ് സ്മോക്കിങ്ങിൻ്റെ കാർബൺ മോണോക്സൈഡ് ആയാലും അതിൻ്റെ എപ്പിത്തീലിയൽ ചേഞ്ചസ് ആയും പിന്നെ ആൽവിയോള അഡക്റ്റ് എന്ന് പറയും ആൽവിയോളാസ് അതിൻ്റെ മാറ്റങ്ങളെല്ലാം ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്മോക്കിങ്ങിൻ്റെ ഇഫക്റ്റ് ഒരു റിഫോം സ്മോക്ക് എന്നാണ് പറയുക, അല്ലെങ്കിൽ ആക്റ്റീവ് സ്മോക്ക്. പിന്നെയുള്ളത് അത് കഴിഞ്ഞ് പിന്നെയുള്ളത് ഈ കീ ഹോൾ സർജറി ഉണ്ട്. ഈ രക്തക്കുഴൽ അടഞ്ഞു കഴിഞ്ഞാൽ കീ ഹോൾ സർജറി ചെയ്യാം. കീ ഹോൾ സർജറി പറ്റുന്നില്ലെങ്കിൽ പിന്നെ തുറന്ന ശസ്ത്രക്രിയ ചെയ്യണം. തുറന്ന ശസ്ത്രക്രിയ വെച്ചാൽ കുറച്ചും കൂടി കടുപ്പുള്ളതാണ്. അതിന് നമ്മൾ കൃത്യമായി പേഷ്യൻറ്റിന് ഒരു 100 സ്റ്റെപ്പ് കുറവ് നടക്കാൻ പറ്റണം. പിന്നെ ആൾക്കാർ അല്ലെങ്കിൽ കറുപ്പ് നിറം വന്നിരിക്കണം, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത മാതിരി രാത്രി മുഴുവൻ വേദന വരണം. അങ്ങനെ വളരെ സീരിയസ് സിംറ്റംസ്. അത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ കലശലായ പ്രശ്നം വന്ന് കാലിൻ്റെ അവസ്ഥ തന്നെ മോശമായി വരുന്നവരെ അറ്റത്ത് നമ്മൾ ചെയ്യുള്ളൂ. പക്ഷേ ഏതോ ഓപ്പറേഷനും ഒരു 100% സക്സസ് ഇല്ല, 95%. ഓരോ കൊല്ലവും ദിവസം അട്രീഷൻ. കാറിൻ്റെ മാതിരി തന്നെ പുതിയ കാറ് 2 കൊല്ലം കഴിയുമ്പോൾ പഴയതായി, 4 കൊല്ലം കഴിയുമ്പോഴേക്കും പിന്നെ ടയറായി, പിന്നെ എൻജിനായി, ഓയിലായി, അങ്ങനെ. സോ മനുഷ്യജീവനം ഇറ്റ്സ് ലൈക്ക് ഗോഡ്സ് മിഷൻ. ഗോഡ് ഈശ്വരൻ എന്താ പറയണ്ടത്, റീകൺസ്ട്രക്ട് ചെയ്ത് ഒരു മെഷീനാണ് നമ്മുടെ. പക്ഷേ അത് സോ ഇൻട്രിക്കേറ്റ്, അത്രയും കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ കഴുത്തിലേക്കുള്ള തലച്ചോറിലേക്കുള്ള ശുദ്ധരക്തക്കുഴൽ, പിന്നെ അശുദ്ധ രക്തക്കുഴൽ, കൈയിലേക്കുള്ള ശുദ്ധരക്ത, ബ്രേക്കിയൽ പ്ലെക്സസ്, പിന്നെ ഭക്ഷണം പോണ സ്ഥലം, ഓക്സിജൻ പോണ സ്ഥലം, സോ ടൈറ്റ്ലി റാപ്ഡ് ഇത്രയും ഏരിയയിൽ. അപ്പോൾ അത് ഒരു മഹാ അത്ഭുതമാണ് ശരിക്കും ഓരോ മനുഷ്യൻ്റെയും ഘടന എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു മനുഷ്യൻ്റെയും പുസ്തകത്തിലുള്ള മാതിരി നമുക്ക് പേഷ്യൻ്റ് നമ്മളോട് പറഞ്ഞ് വരുന്നില്ല, നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പക്ഷെ ആ ഗൈഡ് ലൈൻസ് ഉദ്ദേശിച്ച് പേഷ്യൻറ്റിന് വേണ്ട ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ട്രീറ്റ്മെൻറ്റ്, അത് മരുന്നാവാം, കീ ഹോളായിരിക്കാം, തുറന്ന ശസ്ത്രക്രിയ ആയിരിക്കാം. അതോടുകൂടി തന്നെ മരുന്നുകൾ പലതരത്തിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഈ ഹോം റെമഡി ചെയ്യാതെ, ഒരു ചെറിയ വേദന വരുമ്പോൾ തന്നെ ഹോം റെമഡി ഒന്നും ചെയ്യാതെ കൺസൾട്ട് ചെയ്താൽ അങ്ങനെയില്ല. അത് സത്യം ഞാൻ പറയാമല്ലോ, എന്ത് പ്രശ്നം എനിക്ക് തോന്നിയാലും ഞാനൊരു ഡോക്ടറെ ഉടനെ കാണിക്കാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ ആവശ്യമില്ല, അത് തന്നെ വന്ന് തന്നെ പോകാൻ. പ്രത്യേകിച്ച് ചില ഫോർ എക്സാമ്പിൾ ഈ പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരശേഷി നഷ്ടപ്പെടുക, ഒരു കൈയും കാലും തളരുക, അങ്ങനെയുള്ളത് ആദ്യമേ ഈശ്വരൻ നമുക്ക് രോഗാവസ്ഥ കാണിക്കുന്നത് ഒരു സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സിൽ പെട്ടെന്ന് ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് വീണു, അത് നടക്കുമ്പോൾ ഇങ്ങനെ കാല് കുഴഞ്ഞു, അല്ലെങ്കിൽ സംസാരത്തിൽ വന്നു, അത് സീരിയസ് സിംറ്റമാണ്. ദാറ്റ് ഈസ് എ പ്രില്യൂഡ് ടു സ്ട്രോക്ക്. അപ്പോൾ നമ്മൾ അത് ഒരു MD ഡോക്ടറെ കാണിക്കണം ആദ്യം, പറ്റുമെങ്കിൽ ന്യൂറോളജി കാണിക്കണം. അപ്പോൾ അത് ഒന്ന്. രണ്ടാമത്തെ, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ക്രീൻ വെച്ച മാതിരി ഒരു കണ്ണങ്ങ് അടഞ്ഞു പോവുക, അത് ഈ സ്ട്രോക്കിൻ്റെ മുന്നോടിയാണ്. പിന്നെ സ്ട്രോക്ക് ആയിട്ട് തന്നെ ഉണ്ടാവുക, അത് ഉണ്ടായിട്ട് ഒരാഴ്ച 2 ആഴ്ച ഫിസിയോതെറപ്പി ഇപ്പോൾ ഈ മരുന്നുകൾ കഴിച്ച് ഓൾമോസ്റ്റ് ഒരു 90% റിക്കവറി ആയി. നമ്മളിവിടെ കരോട്ടിഡ് ഡോപ്ലർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഡോപ്ലർ ടെസ്റ്റിൽ ഈ കൊഴുപ്പിൻ്റെ അംശം ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കുഴലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് വികസിപ്പിക്കും. അല്ലെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റെൻഡിങ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ, കീ ഹോൾ സർജറിയും ചെയ്യാം.